നമസ്കാരം. 400-ഉം അതിലധികവും കിട്ടുമെന്നൊക്കെ തട്ടിവിട്ടപ്പോൾ ഇങ്ങനെയൊരു പണി കിട്ടുമെന്ന് BJP കരുതിയില്ല. ഇപ്പോൾ അവരുടെ അഭ്യുദയകാംക്ഷികളടക്കം എവിടെ നിന്ന് അത്രയും സീറ്റ് കിട്ടും എന്ന് ചോദിക്കാൻ തുടങ്ങിയതോടെ മറുപടി പറയാനാവാതെ BJP നേതാക്കൾ കുഴങ്ങുകയാണ്. ഇപ്പോൾ അതിന് അവർ കണ്ടെത്തിയ മറുപടി കേട്ടാൽ ആരും നെറ്റി ചുളിച്ചു പോകും. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിലും തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറക്കുമെന്നും ദക്ഷിണേന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലും പാർട്ടി കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് നേടുമെന്നുമൊക്കെ അവകാശപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അമിത്ഷാ. ദക്ഷിണേന്ത്യയിൽ 4 സംസ്ഥാനങ്ങളും ചേർന്നാൽ ഞങ്ങൾ കോൺഗ്രസിനേക്കാൾ മുന്നിലായിരിക്കും. ഞങ്ങൾ വളരെ മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. തീർച്ചയായും കേരളത്തിലും തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറക്കും. എന്നാൽ വളരെ ശക്തമായ മത്സരങ്ങൾ നടക്കുന്നതിനാൽ സീറ്റുകളുടെ എണ്ണം കൃത്യമായി പറയുന്നത് ഒരു പ്രശ്നമാണ് എന്നാണ് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി അമിത്ഷാ പറഞ്ഞത്. തെലങ്കാനയെയും ആന്ധ്രാപ്രദേശിനെയും കുറിച്ച് ചോദിച്ചപ്പോൾ ആന്ധ്രയിൽ BJPക്ക് സഖ്യമുണ്ടെന്നും അതിൽ മികച്ച പ്രതീക്ഷ ഉണ്ടെന്നുമായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ മറുപടി. നമ്മൾ വളരെ മികച്ച ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ ഞങ്ങൾ മികച്ച പ്രകടനം നടത്തും. അവിടെ നിന്നും ഇതുവരെയുള്ളതിലെ ഏറ്റവും ഉയർന്ന സീറ്റുകൾ ഞങ്ങൾക്ക് നേടാനാകും എന്ന് അമിത്ഷാ അവകാശപ്പെട്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അമിത്ഷായുടെ പ്രതികരണം വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രചാരണവും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP നടത്തിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ BJPക്ക് സാന്നിധ്യമില്ലെന്ന വിലയിരുത്തലുകളിൽ നരേന്ദ്രമോദി തന്നെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തു വന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു BJP എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതികരണം. ഞങ്ങളുടെ 3 പാർട്ടി അധ്യക്ഷന്മാർ ദക്ഷിണേന്ത്യയിൽ നിന്ന് വന്നവരാണെന്നും നിങ്ങൾ മനസ്സിലാക്കണം. 1984 ഞങ്ങൾ 2 സീറ്റിൽ ഒതുങ്ങിയപ്പോൾ അതിലൊന്ന് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളതായിരുന്നു. അങ്ങനെ ദക്ഷിണേന്ത്യയുമായി വളരെ അടുത്ത ബന്ധമാണ് BJPക്കുള്ളത് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു വെച്ചു. വർത്തമാനകാലത്തേക്ക് നോക്കുമ്പോൾ BJP ദക്ഷിണേന്ത്യയിൽ ഉടനീളം മികച്ചു നിൽക്കുകയാണ്. എവിടെ പോയാലും ലഭിക്കുന്ന മികച്ച പ്രതികരണം അതിശയകരമാണ്. ദക്ഷിണേന്ത്യ ഇത്തവണ റെക്കോർഡ് നിരക്കിലുള്ള സീറ്റുകൾ നൽകി BJPയെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഏതായാലും ജൂൺ 4-ന് പെട്ടി പൊട്ടിക്കുമ്പോഴറിയാം കഴിഞ്ഞ തവണ കിട്ടിയതു തന്നെ നിലനിർത്താൻ കഴിയുമോ എന്ന്.